ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇറ്റ്സ് മീ ഷബാന. ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുറക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സഹായിക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുള്ള് കറങ്ങാൻ പോകുന്നത് എല്ലാം ഞാൻ കാണിക്കാം. പിന്നെ ആക്ച്വലി ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളുടെ ഗ്രാജുവേഷന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാനിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്യാം. ഹലോ, അപ്പോൾ ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫാമിലി മൊത്തമുണ്ട്. ആർച്ചുണ്ട്, ആര്യയുണ്ട്, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ നമ്മുടെ താരം പാവച്ചി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ മാളിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. അപ്പോൾ നമ്മളെ തൃശ്ശൂർ ഗഡികൾക്കാണെന്ന് വെച്ചാൽ അറിയാം, സിറ്റി സെൻറ്റർ മാള് എന്ന് പറഞ്ഞിട്ടൊരു തൃശ്ശൂർ ഒരു മാളുണ്ട്. അതേപോലത്തെ മാള് തന്നെയാണ് സിറ്റി സെൻറ്റർ. അപ്പം ഇതിൽ ഷോർട്ട് ടൈമായിട്ട് ഒരു CC മാൾ എന്നാണ് പറയണത്. അപ്പോൾ കുഴപ്പമില്ല, ഒരു ആവറേജ് മാള്. അപ്പോൾ ഞങ്ങളിങ്ങനെ അത്യാവശ്യം ഇങ്ങനെ വൈബ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാളിൽ വന്നതല്ലേ, ഞങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു. ഞാൻ ബ്രൗണി എന്ന് പറഞ്ഞേക്കണേ. ആച്ചു ഏതാടി പറഞ്ഞേക്കണേ? ഡ്രൈ ഫ്രൂട്ട്. ഭാവിച്ചി എന്താ പറഞ്ഞേക്കണേ? ആര്യൻ ഓൾറെഡി കഴിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് ആര്യ? പിന്നെ 12D ഹൗസ് ഓഫ് ഹൊററിൽ കയറാൻ പോകട്ടോ. ഇങ്ങനെ എൻജോയ് ചെയ്യാൻ നല്ല പേടിയാവുന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. ബാക്കി ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം. ഹലോ ഗൈസ്, എങ്ങനെയുണ്ട്? പേടിച്ച എല്ലാവരും പേടിച്ചോ? ആരെ പേടിച്ചാ? പേടിച്ചില്ല. ഞാൻ പേടിച്ചു. അളിയൻ ബുദ്ധി കളിച്ച, അളിയൻ വന്നില്ല. വലിയ സംഭവമൊന്നുമില്ല, പക്ഷേ ഓടിയാനാണ് അവിടെ കുഴപ്പമില്ല. 150 രൂപയ്ക്കുള്ള വേർത്തൊന്നുമില്ല. ജസ്റ്റ് ഒരു 2-3 ചെക്കന്മാർ വന്നിട്ട് നമ്മളെ പിന്നെ വന്നിട്ട് ഇതിനെ പേടിപ്പിക്കുക, അത്ര തന്നെ. രണ്ടാം ദിവസമാണ് എൻ്റെ വീഡിയോയുടെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഗ്രാജുവേഷൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ വാവച്ചിയുടെ. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ട്. വാവച്ചിയുടെ കോസ്റ്റ്യൂം ഞാൻ പിന്നെ എൻ്റെ മോളെ നമ്മള് മെയിൽസാണ് പറഞ്ഞേക്കുന്നത്. ബാംഗ്ലൂര് മെയിൽസ്, ഷെഫീന, ആളിയനോ ഇതന്നെ പറഞ്ഞ ആര്യം ഇതന്നെ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ജ്യൂസാണ് അല്ലേ? എന്തൊക്കെ ഡിഷ് നാട്ടിൽ കിട്ടണ പോലെ ഇങ്ങനെ കിട്ടൂല. നമ്മളൊക്കെ കൺവെൻഷൻ സെന്ററിൽ എത്തിയിട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ട്. വായിച്ചിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വായിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആര്യൻ എല്ലാ ഫോട്ടോസും വീഡിയോസൊക്കെ ആര്യൻ്റെ കയ്യിലാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കണം. ആര്യനെല്ലാം എല്ലാം മാനേജ് ചെയ്യണം. അവിടെ കുറേ പേരുണ്ട്. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ഹോളാണ്. പ്രോഗ്രാമൊന്നും തുടങ്ങിയിട്ടില്ല. 2:30ക്കാണ് തുടങ്ങുമെന്ന് പറഞ്ഞത്. ഇതുവരെ തുടങ്ങിയിട്ടൊന്നുമില്ല. കുറേ പേര് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ട് അവരുടെ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായി നിൽക്കുന്നു. നമുക്ക് കാണാം ബാക്കി. വാവച്ച് എന്താ അടിപൊളിയായിട്ട് ഗ്രാജുവേഷൻ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി പ്രോഗ്രാമൊക്കെ നമുക്ക് കാണാം. പൊളിയല്ലേ? ഹാപ്പിയല്ലേ? ഗ്രാജുവേഷൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ്
ഞങ്ങൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. നല്ല ടയേർഡായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഹോട്ടലിൽ വന്നത്. പക്ഷേ ഞങ്ങളൊന്നും കൂടി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വേഗം തിരിച്ചു വരണം, കാരണം നാളെ ഒരു 7:20 ട്രെയിന് തിരിച്ച്. അപ്പോൾ ഇന്നത്തെ കൂടി വെള്ളമാണ്. അപ്പോൾ കറങ്ങലൊക്കെ ഫ്ലോപ്പായി പോയി. അപ്പോൾ മാളൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ ജെഫീന് ഒരു ഐഡിയ പറഞ്ഞു, നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ഞങ്ങൾ ഐസ്ക്രീം കടയിൽ കൂട്ടാനുള്ള ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ജമ്മു അമ്മയും മക്കളും ഹാപ്പി ഐസ്ക്രീം കഴിച്ച് ചില്ലി കറക്കൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു ഷോപ്പിങ്ങും ഐസ്ക്രീം കഴിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് എത്തി. അപ്പോൾ എസ്പെഷ്യലി ഞാൻ പറയാനുള്ളത്, ഞങ്ങളിവിടെ താമസിച്ച റൂമ് ഹമ്പൻകട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമാണത്. ഇവിടെ മനോരമ എന്ന് പറഞ്ഞൊരു റൂമാണ്. അഫോർഡബിൾ പ്രൈസിലാണ് അവിടെ റൂം കൊടുക്കണത്. 1000 സംതിങ് അങ്ങനെ ഉള്ളൂ. അടിപൊളി സർവീസും. പിന്നെ പറയാനുള്ളത്, ഇവിടുത്തെ റിസപ്ഷനിലെ ഒരു മനോഹരമായ കുറേ കളക്ഷൻസ് ഉണ്ട് ഇവരുടെ. കാണിച്ചിട്ടുണ്ട് കയറുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജിയാണ് നമ്മൾ കിട്ടണം. ഒരു അമ്പലത്തേക്ക് വരുന്നൊരു ഫീലാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മലയാളീസ് ആരെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട്. ഇവിടെ വരുന്ന എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് റൂം എടുക്കണം. സൂപ്പറാണ്, നല്ല സർവീസുമാണ്, അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളൊരു റൂമിലൊക്കെ വന്ന് സെറ്റായി ഇങ്ങനെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത്, കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ച് നാളെ പോകാനുള്ളതല്ല രാവിലെ. അപ്പോൾ ആഴ്ചയൊക്കെ ഭയങ്കര എന്താ പറയുക, കഴിക്കാനുള്ള വിതുമ്പി ആരിനൊക്കെ ഇങ്ങനെ വിതുമ്പിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ബർഗർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹലോ, അപ്പോൾ നാട്ടിൽ വന്നു. ഒരു 7:20 ട്രെയിന് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. 2:30 ആകുമ്പോഴത്തേനും വീട്ടിലെത്തി. കുഴപ്പമൊന്നുമില്ല. പിന്നെ ട്രാവലിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫുഡ് കാര്യങ്ങളൊക്കെ ട്രെയിനിൽ നിന്ന് കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പോൾ പിന്നെ വന്നത് ഞാൻ റെസ്റ്റ് എടുത്തു. പിന്നെ ഒന്ന് വൈകുന്നേരമായപ്പോൾ ഇപ്പോഴാണ് ഒന്ന് തൃശ്ശൂർ ഇറങ്ങി. അപ്പോൾ ഞാനുള്ളത് ഇവിടെ വടക്കനാഥിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഇവിടെ ചെറിയൊരു വീഡിയോ ആണ്, ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ